നിങ്ങൾ ഒരു കുട്ടി ഉണ്ടാവണമെന്നും ആ കുട്ടിയെ വളർത്തണമെന്നും തീരുമാനിച്ചു. കൺഗ്രാജുലേഷൻസ്. ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും മനോഹരമായ ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അപ്പനായിരിക്കുക, അമ്മയായിരിക്കുക എന്നുള്ള അവസ്ഥയാണ്, അല്ലേ? കുട്ടികളെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തയൊന്ന് മാറ്റിപ്പിടിക്കുക. നിങ്ങളുടെ കുട്ടി കുറച്ചും കൂടി മിടുക്കിയാണ് എന്നുള്ളൊരു ധാരണ നമുക്ക് തന്നെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. പേരന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഈ കയ്യെ ഒരു പ്രപഞ്ചമായിട്ട് കണക്കാക്കുക. പ്രപഞ്ചത്തിൽ വളരുന്ന ചെറിയ സസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് സസ്യങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ പറ്റും, അല്ലെ? ഈ സസ്യങ്ങളൊക്കെ മനോഹരമായി വളരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട അളവിൽ കൊടുക്കേണ്ട സമയത്ത് ആർക്ക് കൊടുക്കുന്നുണ്ട്? ഈ സസ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒറ്റ കാര്യം. എന്ന് പറഞ്ഞതുപോലെ പേരന്റിംഗ് എന്ന് പറയുന്നത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്ന പ്രക്രിയ. മൊബൈൽ ഒരു പരിധിക്കുള്ളിൽ കണ്ടു കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ്, യെല്ലോ ലൈറ്റ് ഇമ്പാക്ട് നമ്മുടെ തലയിലുണ്ടാവും. എന്നിട്ട് നമ്മളിങ്ങനെ കണ്ണടച്ച് കിടക്കാൻ നേരത്തെ എന്ത് സംഭവിക്കും? ഈ മൊബൈലിൻ്റെ വെളിച്ചം തലയിലുള്ളതായിട്ട് തലയ്ക്ക് തോന്നും. അപ്പം പൈലൽ ഗ്ലാൻഡ് പ്രവർത്തിക്കില്ല, മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. അപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റാതെ. മനസ്സെന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്ന എവിടെയാണ്? നമ്മുടെ ബോഡിക്ക് തന്നെയാണ്. കെമിക്കൽസിന്റെ കുറവോ കൂടുതലോ ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കണം. മുതിർന്നവർക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം? ചികിത്സിച്ച് ഭേദമാക്കണം. അപ്പൊ അതൊക്കെ ഓർക്കുക. മക്കൾക്കാണെങ്കിലും അങ്ങനെ തന്നെ. മക്കൾ എന്തുകൊണ്ടാണ് കൂട്ടുകാർ മാത്രം പറയുന്നത് കേൾക്കുന്നത്? നമ്മളൊക്കെ പറയാറില്ലേ, എൻ്റെ മോന് 14 വയസ്സായി, അവന് കൂട്ടുകാർ മാത്രമേ ഉള്ളൂ. എന്താ കാര്യം എന്നറിയുമോ? കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അവൻ വന്ന് നമ്മളോട് സംസാരിക്കും, നമ്മൾ കൊഞ്ഞിനെ കുത്തി കാണിക്കും. അപ്പൊ ഇവന് സംസാരിക്കാൻ വേറെ ആളുണ്ട്, അതാണ് കൂട്ടുകാരെന്ന് പറയുന്നത്. ആ പുറകെ പോവും. നമ്മളുടെ ബിസി ഷെഡ്യൂളിൽ നമുക്ക് ഇവന്റെ അടുത്ത് സ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ലാത്തതിന്റെ പേര് സംഭവിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. പല കാര്യങ്ങളും നല്ല പാരന്റാണെന്ന് പറയുമ്പോഴും നമുക്ക് അറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ സാറിപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. കുട്ടികളോട് എങ്ങനെ പെരുമാറണം, കുട്ടികൾക്കും ഡിപ്രഷൻ ഉണ്ടെന്നും അവർക്കും മൂടുമാറ്റങ്ങൾ ഉണ്ടെന്നും അവരെ ഫ്രീ ആയിട്ട് വിടണമെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സാർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ എനിക്കും ഇതുപോലെ എന്നെ പോലെയുള്ള ഒരുപാട് പാരൻസിനും ക്ലാസ് വളരെ ഉപകാരപ്പെട്ടു.